മക്കളെ SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ നമുക്ക് കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പ്രോജക്റ്റ് ടൈഗർ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു നറേഷൻ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ്. നമുക്കറിയാം സത്യജിത്ര എന്ന ബംഗാളി ഫിലിം മേക്കർ തൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതായിട്ടുള്ള ഒരു മെമ്മോയറാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സത്യജിത്രായി ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ചും അതേപോലെ തന്നെ അതിൽ എങ്ങനെയാണ് ആനിമൽ ആക്ടേഴ്സിനെ മൃഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ അഭിനയിപ്പിക്കുന്നത് അതിന്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ ഗൂപ്പിഗൻ ബഗാബൈൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കടുവയെ ഉപയോഗിച്ച് ഷൂട്ടിംഗ് നടത്തിയതും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അനുഭവിച്ച ചില സഫറിങ്സ് ഒക്കെയാണ് നമുക്കായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അപ്പം ഈ ഒരു പോർഷൻ ആണ് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ചോദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഉത്തരം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച അർത്ഥമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്: സത്യജിത് റായ് ഫേസ്ഡ് മെനി സഫറിങ്സ് ടു ഷൂട്ട് ദ സീൻ വിത്ത് എ ടൈഗർ ഫോർ ഹിസ് ഫിലിം ഗൂപ്പിഗൻ ബഗാബൈൻ. തൻ്റെ ഗൂപ്പിഗൻ ബഗാബൈൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സത്യജിത് റായ് ഒരുപാട് സഫറിങ്സ് അനുഭവിച്ചു. പ്രിപ്പയർ എ റൈറ്റപ്പ് ഡിസ്ക്രൈബിംഗ് ദ ഡിഫിക്കൽട്ടീസ് റായ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഷൂട്ടിംഗ് സീൻ. ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി റായ് അനുഭവിച്ച സഫറിങ്സ് എന്തൊക്കെയാണെന്ന് നമ്മളോടൊന്ന് റൈറ്റപ്പ് ആയിട്ട് വിവരിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അതിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ട ചില സൂചനകൾ എന്തൊക്കെയാണെന്ന് ഹിൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് കോണ്ടാക്ട്സ് ഭാരത് സർക്കസ്, മീറ്റ്സ് മാനേജർ, പിന്നെ ബ്രിങ്സ് ദ ടൈഗർ ടു ദ ലൊക്കേഷൻ, ടൈഗർ സ്പ്രിംഗ് ഔട്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. രണ്ടാമത് ഷൂട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഹിൻസൈറ്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ റൈറ്റപ്പ് എഴുതാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എസ്സേ ആണ് അല്ലേ. എന്നാൽ റൈറ്റപ്പ് ആയാലും നറേഷൻ ആയാലും സത്യജിത് റായ് അല്ല ഇതിലെ കഥാപാത്രമെങ്കിൽ, അതായത് നിങ്ങളോട് സത്യജിത് റായ്ക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നറേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിലും അതേപോലെ തന്നെ ആ സംഭവത്തെ കുറിച്ച് റൈറ്റപ്പ് എഴുതാൻ പറയുകയാണെങ്കിലും ഇപ്പം ഞാൻ തന്നിട്ടുള്ള നോട്ട് അതേപോലെ എഴുതിയാൽ മതി. ഇനി അതല്ല, സത്യജിത് റായ് തന്നെ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ്, ആ സംഭവം സത്യജിത് റായ് തന്നെ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇതിൽ റായ് എന്നൊക്കെ ഹി എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഐ എന്നൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യാൽ മതി, എഴുതിയാൽ മതി. അതേപോലെ ദേ എന്നുള്ളിടത്തൊക്കെ വി എന്നും. അതിൻ്റെ ഒരു ക്ലൂ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊന്ന് മാറ്റുക എന്നുള്ള കാര്യം കൂടി കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ആൻസറിലേക്ക് കടക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. നറേഷൻ ആയാലും റൈറ്റപ്പ് ആയാലും പാരഗ്രാഫ് ആയാലും ഒക്കെ ഹെഡിങ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എല്ലാത്തിനും ഹെഡിങ് വേണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ആൻ അഡ്വഞ്ചർ വിത്ത് എ ടൈഗർ എന്നുള്ളൊരു ഹെഡിങ് ആണ് കൊടുത്തത്. ഒരു ടൈഗറും മൊത്തമുള്ള കടുവയും മൊത്തമുള്ള സാഹസം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഹെഡിങ് തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വായിക്കാം. In order to complete a particular shot of his new film Goopigan Bagabain, Satyajit Ray needed a tiger. അതായത് തൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഗൂപ്പിഗൻ ബഗാബൈൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ഷോട്ട് തയ്യാറാക്കാൻ സത്യജിത് റായ്ക്ക് ഒരു കടുവയെ ആവശ്യമായി വന്നു. ഇനി ഇതേ പോർഷൻ തന്നെ നിങ്ങൾ സത്യജിത് റായ് നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരുത്താനുള്ളൂ. അതായത് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ഷൂട്ട് ഓഫ് ഹിസ് ന്യൂ ഫിലിം എന്നുള്ളടത്ത് ഹിസ് എന്നുള്ളതിന് പകരം മൈ ന്യൂ ഫിലിം എന്ന് വെക്കുക. അതായത് എൻ്റെ പുതിയ ഫിലിമായ ഗൂപ്പിഗൻ ബഗാബൈൻ, എന്നിട്ട് സത്യജിത് റായ് എന്നുള്ളതിന് പകരം ഐ എന്നും വെച്ചു കൊടുക്കുക. ഐ നീഡഡ് എ ടൈഗർ. അപ്പോൾ എൻ്റെ പുതിയ സിനിമയായ ഗൂപ്പിഗൻ ബഗാബൈക്ക് വേണ്ടിയിട്ട് എനിക്കൊരു കടുവ ആവശ്യമായി വന്നു എന്ന് അർത്ഥം മാറും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ദ മാനേജർ ഓഫ് ദ ഭാരത് സർക്കസ് അഗ്രീഡ് ഹിം ടു ഗിവ് ദ ടൈഗർ ഫോർ ഷൂട്ടിംഗ്. അപ്പം ഭാരത് സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള സർക്കസിലെ മാനേജർ അയാൾക്ക് കടുവയെ കൊടുക്കാമെന്ന് എന്ത് ചെയ്തു, അഗ്രി ചെയ്തു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അഗ്രീഡ് ഹിം എന്നുള്ളടത്ത് സത്യജിത് റായ് ആണ് ഇത് നറേറ്റ് ചെയ്യുന്നതെങ്കിൽ അഗ്രീഡ് മീ എന്നാക്കാം. ഓക്കെ. ഇനി ദ മാനേജർ ആസ്ക്ഡ് മിസ്റ്റർ തോററ്റ് ദ റിംഗ് മാസ്റ്റർ ടു ഹെൽപ്പ് റായ്. റായിയെ സഹായിക്കുന്നതിനായിട്ട് മാനേജർ മിസ്റ്റർ തോററ്റ് എന്ന സർക്കസിലെ റിംഗ് മാസ്റ്ററോട് ആവശ്യപ്പെട്ടു. അവിടെ നിങ്ങൾക്ക് റായ് എന്നുള്ളതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മീ എന്ന് വെക്കാം. എങ്ങനെ, സത്യജിത് റായ് ആണ് നറേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മാറ്റണമെന്ന് മനസ്സിലായില്ലേ. ഇനിയുള്ള ബാക്കിയുള്ളടത്തൊക്കെ ഇതേപോലത്തെ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നിങ്ങൾക്ക് റായിയുടെ നറേഷനാണ് ചോദിക്കുന്നതെങ്കിൽ. അതല്ല നിങ്ങൾ നറേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ റൈറ്റപ്പോ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം അങ്ങോട്ട് ഇതേപോലെ എഴുതിയാൽ മതി കേട്ടോ. ഇനി ഓൺ ദ ഷൂട്ടിംഗ് ഡേ, അങ്ങനെ ഷൂട്ടിംഗ് ദിവസം ആസ് അറേഞ്ച്ഡ് വിത്ത് മിസ്റ്റർ തോററ്റ്, തോററ്റുമായി അറേഞ്ച് ചെയ്ത പ്രകാരം എ ലോറി അറൈവ്ഡ് വിത്ത് 2 വെൽ ഫെഡ് ടൈഗേഴ്സ്. 2 നല്ല മുഴുത്ത കടുവകളുമായിട്ട് ലോറി എത്തി. ഹി ബ്രോട്ട് 2 ടൈഗേഴ്സ് ബിക്കോസ് ഇഫ് വൺ ഡിഡ്ന്റ് ആക്ട് വിത്ത് ദ അതർ കുഡ് ബി യൂസ്ഡ്. അദ്ദേഹം അതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ തോററ്റിനെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം 2 കടുവകളെ കൊണ്ടുവന്നത് ഒന്ന് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത്തേതിനെ ഉപയോഗിക്കാം എന്നതിനാലാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. എ ട്രൈപോഡ് ഹോൾഡിംഗ് എ ക്യാമറ വാസ് പ്ലേസ്ഡ് ഫേസിംഗ് ദ ബാംബു ഗ്രോവ്. അപ്പോൾ ഒരു മുളങ്കാടിനോട് ഫേസ് ചെയ്തുകൊണ്ട് ഒരു ട്രൈപോഡ്, അതായത് ക്യാമറ പിടിപ്പിച്ച ഒരു ട്രൈപോഡ് വെച്ചു. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു സ്റ്റാൻഡ് ബിഹൈൻഡ് ദ ക്യാമറ. എല്ലാ ഓഡിയൻസിനോടും ക്യാമറയുടെ പുറകിലായിട്ട് നിൽക്കാൻ പറഞ്ഞു. ഗൂപ്പി ആൻഡ് ബാഗ വേർ പ്ലേസ്ഡ് ക്ലോസ് ടു ദ ബാംബു ഗ്രൂവ് സോ ദാറ്റ് ദേ കുഡ് ബി സീൻ അലോങ് വിത്ത് ദ ടൈഗർ ഇൻ വൺ ഷോട്ട്. അങ്ങനെ നമ്മുടെ സിനിമയിലെ നായകന്മാരായ ഗൂപ്പിയോടും ബാഗയോടും ആ ബാംബു ഗ്രൂവിനോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്താലേ അവർക്ക് ഒരൊറ്റ സീന് തന്നെ കടുവയെയും അതേപോലെ
അതേപോലെ ഈ രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടും. എ 5 foot അയൺ റോഡ് വാസ് ഫിക്സ്ഡ് ടു ദ ഗ്രൗണ്ട്. ഒരു 5 അടിയോളം നീളമുള്ള ഒരു ഇരുമ്പിന്റെ വലിയ ദണ്ട് മണ്ണിലേക്ക് അടിച്ചിറക്കി. എ ടൈഗർ സ്കിൻ കോളർ ഹാഡ് ഓൾറെഡി ഫിക്സ്ഡ് അറൌണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട കടുവയുടെ കഴുത്തിൽ ഓൾറെഡി ഒരു ടൈഗറിന്റെ സെയിം ആയിട്ടുള്ള ഒരു കോളർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ദ കോളർ വാസ് ടൈഡ് വിത്ത് എ തിൻ സ്ട്രോങ് വയർ. പിന്നീട് ഈ ഒരു ടൈഗറിന്റെ കോളർ നേരെ എന്ത് ചെയ്തു, ഒരു നേരിയ എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പവർ ആയിട്ടുള്ള ഒരു വയറുമായിട്ട് ഘടിപ്പിച്ചു. ദ അതർ എൻഡ് ഓഫ് ദ വയർ വാസ് ടൈഡ് ടു ദ അയൺ റോഡ്. എന്നിട്ട് ഈ ഒരു ഇരുമ്പിന്റെ വയർ, തിന്നായിട്ടുള്ള ഇരുമ്പിന്റെ വയർ നമ്മൾ നേരെ എന്ത് ചെയ്തു, ആ ഒരു അയൺ റോഡ്, നേരത്തെ മണ്ണിൽ അടച്ചു വെച്ച ആ ഒരു അയൺ റോഡുമായിട്ട് കൂട്ടിക്കെട്ടി. ആസ് ദ ഡോർ ഓഫ് ദ കേജ് വാസ് ഓപ്പൺ ആൻഡ് ദ ടൈഗർ ജംപ്ഡ് ഔട്ട്. അങ്ങനെ നമ്മുടെ കൂടിന്റെ ആ ഡോർ തുറന്നതും ടൈഗർ പുറത്തേക്ക് ചാടി. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് കാംലി ഇറ്റ് സ്റ്റാർട്ടഡ് ജമ്പിങ് അബൌട്ട്. അപ്പോൾ വളരെ ശാന്തമായിട്ട് നടക്കുന്നതിന് പകരം നമ്മുടെ കടുവ എന്ത് ചെയ്യാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റിൽ കാംലി എന്നതിന് പകരം സെഡേറ്റ്ലി എന്നും അതേപോലെ ജമ്പിങ് എന്നതിന് പകരം പ്രാൻസിങ് എന്നാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ വാക്കുകൾ എന്നോട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അറ്റ് ഫസ്റ്റ് ദ പോർ ട്രെയിനർ തോററ്റ് കുഡിന്റ് മേക്ക് ദ ടൈഗർ അണ്ടർ ഹിസ് കൺട്രോൾ. ആദ്യം നമ്മുടെ തോററ്റിന് കടുവയെ തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ദ ടൈഗർ കണ്ടിന്യൂഡ് ഇറ്റ്സ് നോട്ടി ബിഹേവിയർ ആസ് തോററ്റ് ഹെൽപ്ലെസ്ലി ഹോൾഡിംഗ് ദ വയർ. അപ്പൊ നമ്മുടെ തോററ്റ് ഇങ്ങനെ പാവം നിസ്സഹായനായിട്ട് ആ കടുവയുടെ ആ വയർ, കടുവയെ കെട്ടിയിട്ടുള്ള വയറിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ കടുവയാണെങ്കിൽ അതിന്റെ ചാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദെൻ റായ് ആൻഡ് ഹിസ് മേറ്റ് സ്റ്റുഡ് ദർ ആസ് ഇഫ് ദേ വർ വാച്ചിങ് എ സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് ഫോർ ഫ്രീ. നമ്മുടെ റായും കൂട്ടരുമാണെങ്കിൽ ഈ ഒരു വിചിത്രമായ സർക്കസ് ഫ്രീ ആയിട്ട് കാണുന്ന പോലെ ഇങ്ങനെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കടുവ നമ്മുടെ തോററ്റിനെയും കൊണ്ട് ഇങ്ങനെ ചാടി കളിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് റായ് ആൻഡ് ഹിസ് മേറ്റ്സ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് റായ് ആണ് നറേറ്റ് ചെയ്യുന്നെങ്കിൽ ഐ ആൻഡ് മൈ മേറ്റ്സ് എന്ന് എഴുതിയാൽ മതി. ഇനി but after a while the tiger became calm and some shots were taken. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടൈഗർ വളരെ ശാന്തനാവുകയും ഞങ്ങൾക്ക് കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാൻ കഴിയുകയും ചെയ്തു. but the shots were later found to be dark owing to the poor light. പക്ഷെ വേണ്ടത്ര വെളിച്ചമില്ലാത്തത് കാരണം തന്നെ, owing to എന്ന് പറഞ്ഞാൽ കാരണത്താൽ എന്നാണ് അർത്ഥം. അപ്പോൾ വെളിച്ചക്കുറവ് മൂലം ആ ഷോട്ടുകളൊന്നും ക്ലിയർ ആയിരുന്നില്ല. സോ ഓൾ ദ സീൻസ് ഹാഡ് ടു ബി ഷോട്ട് അഗെയിൻ. അതോട് കൂടിയിട്ട് എല്ലാ സീനും രണ്ടാമത് ഷൂട്ട് ചെയ്യേണ്ടി വരികയാണ്. എ ബാംബു ഗ്രൂ ഇൻ ബോറാൽ വാസ് ഫൗണ്ട്. അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷൻ മാറ്റി ബോറാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ബാംബു ഗ്രൂ, ഒരു മുളങ്കാട് കണ്ടെത്തി. ദ ലോറി അറൈവ്ഡ് അഗെയിൻ വിത്ത് തോററ്റ്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, എ സ്പെഷ്യൽ കോളർ വിത്ത് അയൺ റോഡ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോററ്റും അതേപോലെ തന്നെ ടൈഗറും സ്റ്റീൽ വയറും എല്ലാം വീണ്ടും എത്തി. ബട്ട് ദിസ് ടൈം ദ ഹോൾ വില്ലേജ് കെയിം ടു വാച്ച് ദ ഷൂട്ടിംഗ്. പക്ഷേ ഇത്തവണ ബോറാൽ എന്ന ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും തന്നെ ആ ഒരു ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എത്തിയിരുന്നു. The villagers were told to keep at least 70 feet away from the scene of the shot. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 70 അടിയെങ്കിലും ദൂരം പാലിക്കണമെന്ന് ഞങ്ങൾ ആ ഒരു ഓഡിയൻസിനോട് ആവശ്യപ്പെട്ടു. വിതൗട്ട് ലിസണിങ് ടു ദ ഇൻസ്ട്രക്ഷൻസ്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും കേൾക്കാതെ, അതായത് നമ്മുടെ റായി കൂട്ടരും പറഞ്ഞൊന്നും കേൾക്കാതെ, ദ എൻറ്റയർ ക്രൗഡ് സ്റ്റുഡ് സോ ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. ഓരോ ഈ ജനക്കൂട്ടം മുഴുവൻ അവരെ കൊണ്ട് പറ്റാവുന്ന അത്രയും ക്യാമറയുടെ അടുത്ത് നിന്നു, ഷൂട്ടിംഗ് നല്ല അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ. തോററ്റ് ഓപ്പൺ ദ കേജ്. അങ്ങനെ നമ്മുടെ തോററ്റ് കൂട് തുറന്നു. വിത്ത് എ ലൗഡ് റോർ, ഒരു വലിയ അലർച്ചയോട് കൂടി ദ ടൈഗർ ചാർജ്ഡ് ടുവാർഡ്സ് ദ ക്രൗഡ്. കടുവ നേരെ ആ ഒരു ക്രൗഡിന്റെ നേരെ, ജനക്കൂട്ടത്തിന് നേർക്ക് ചാടി. ദ ക്രൗഡ് ഡിസപ്പിയർഡ് ആസ് ഇഫ് ബൈ മാജിക്. ഒരു മാന്ത്രിക വിദ്യയിൽ എന്ന പോലെ തന്നെ, അല്ലെങ്കിൽ മാജിക് പോലെ തന്നെ എല്ലാ ക്രൗഡും അവിടെ നിന്ന് അപ്രത്യക്ഷമായി. സൂൺ ദ ടൈഗർ കാംഡ് ഡൗൺ. ടൈഗർ പെട്ടെന്ന് തന്നെ ശാന്തനായി. ആൻഡ് ദ ഷോട്ട്സ് വെർ ടേക്കൺ ആസ് റിക്വയർഡ്. ആവശ്യമായ ഷോട്ടുകളൊക്കെ എടുത്തു. ഫോർച്ചുനേറ്റ്ലി ദ ക്യാമറ ബിഹേവ്ഡ് വെൽ അറ്റ് ദിസ് ടൈം. ഈ സമയത്ത് ഭാഗ്യവശാൽ ക്യാമറ നന്നായി പ്രവർത്തിച്ചു. and they successfully completed the task. അപ്പോൾ അവർ ആ ടാസ്ക് വളരെ നല്ലപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദേ എന്നുള്ളിടത്ത് വി എന്ന് വെച്ചാൽ മതി, അഥവാ റായി ആണ് നറേറ്റ് ചെയ്യുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് റായിയുടെ നറേഷനും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. ഇനി റൈറ്റപ്പ് മാത്രമല്ല കേട്ടോ, റൈറ്റപ്പും നറേഷനും മാത്രമല്ല, ഈ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാൻ വന്നാലോ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്നാലോ, ഡയറി ഉണ്ടാക്കാൻ വന്നാലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ലെറ്റർ തയ്യാറാക്കാൻ വന്നാലോ ഒക്കെ നിങ്ങൾക്ക് ഇതിലെ കണ്ടന്റ് വെച്ചിട്ട് തന്നെ ആ ഒരു ഫോർമാറ്റ് മാത്രം മാറ്റി കൊടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിനനുസരിച്ച് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.